മമിതയും തമ്മിൽ 20 വയസ്സിന്റെ പ്രായവ്യത്യാസം. 42-കാരനും 22-കാരിയും തമ്മിലുള്ള പ്രണയം പ്രേക്ഷകർ സ്വീകരിക്കുമോ? വിശ്വനാഥ് ആൻഡ് സൺസ് റിലീസിന് മുൻപേ ചർച്ചകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. തെന്നിന്ത്യൻ സൂപ്പർ താരം സൂര്യയും മലയാളി നടി മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന തമിഴ് ചിത്രം വിശ്വനാഥ് ആൻഡ് സൺസ് റിലീസിന് മുൻപേ തന്നെ സോഷ്യൽ മീഡിയയിലും സിനിമാ ലോകത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ചിത്രത്തിന്റെ കഥയേക്കാൾ കൂടുതൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നായകനും നായികയും തമ്മിലുള്ള 20 വയസ്സിന്റെ പ്രായ വ്യത്യാസമാണ്. സിനിമയിൽ 42 വയസ്സുകാരനായ സഞ്ജയ് വിശ്വനാഥ് എന്ന കഥാപാത്രമായാണ് സൂര്യ എത്തുന്നത്. അന്താരാഷ്ട്ര പിസ്റ്റൾ ഷൂട്ടിംഗ് ചാമ്പ്യനായ സഞ്ജയ് വിശ്വനാഥിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന 22 വയസ്സുകാരിയായ മാഡി എന്ന കഥാപാത്രത്തെയാണ് മമിത ബൈജു അവതരിപ്പിക്കുന്നത്. ഇരുവരും തമ്മിലുള്ള ബന്ധമാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. ഇതൊരു സ്പോർട്സ് ഡ്രാമയല്ലെന്നും പിസ്റ്റൾ ഷൂട്ടിംഗ് കഥയുടെ ഒരു പശ്ചാത്തലം മാത്രമാണെന്നും സംവിധായകൻ വെങ്കി അറ്റ്ലൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രായവ്യത്യാസം സിനിമയിൽ മറച്ചു വെക്കുകയോ കുറച്ചു കാണിക്കുകയോ ചെയ്യാൻ താൻ ശ്രമിച്ചില്ലെന്നും മറിച്ച് അത് കൃത്യമായി 20 വയസ്സ് തന്നെയാകണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് സൂര്യ തന്നെയാണെന്നും വെങ്കി അറ്റ്ലൂർ വെളിപ്പെടുത്തി. ഇന്നത്തെ കാലത്ത് പല അഭിനേതാക്കളും തങ്ങളുടെ യഥാർത്ഥ പ്രായം പോലും സിനിമയിൽ പരാമർശിക്കാൻ മടിക്കുന്ന സാഹചര്യത്തിൽ കഥാപാത്രത്തിന്റെ പ്രായം വ്യക്തമായി പറയണമെന്ന സൂര്യയുടെ തീരുമാനത്തെ സംവിധായകൻ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. 20 വയസ്സിന്റെ പ്രായവ്യത്യാസം ചിലർക്കൊരു പ്രണയ ഫാന്റസിയായി തോന്നാം, മറ്റു ചിലർക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഈ രണ്ട് കാഴ്ചപ്പാടുകളെയും ക്ലൈമാക്സിൽ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അതിനാൽ ചിത്രം കണ്ടിറങ്ങുമ്പോൾ പ്രേക്ഷകർക്ക് തൃപ്തികരമായ ഒരു ഉത്തരമാകും ലഭിക്കുക എന്നാണ് സംവിധായകന്റെ പ്രതികരണം. സൂര്യയുടെ കരിയറിലെ പതിവ് മാസ് കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കുടുംബനാഥന്റെ വേഷമാണ് ഈ ചിത്രത്തിലേതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഗജനിയിലെ ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിൽ കണ്ട സൂര്യയുടെ ലുക്ക് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള അവതരണമായിരിക്കും ചിത്രത്തിലേതെന്നും സംവിധായകൻ സൂചിപ്പിച്ചിട്ടുമുണ്ട്. മമിത ബൈജുവിന്റെ പ്രകടനത്തെയും വെങ്കി അറ്റ്ലൂർ പ്രശംസിച്ചു. വളരെ നാച്ചുറലായി അഭിനയിക്കുന്ന നടിയാണ് മമിത. മിക്ക രംഗങ്ങളും അവർ ഒറ്റ ടേക്കിൽ തന്നെ പൂർത്തിയാക്കി. ഓരോ സീനും കൂടുതൽ മികച്ചതാക്കാൻ സൂര്യയും മമിതയും ഒരുപോലെ പരിശ്രമിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സൂര്യ മമിത കോമ്പിനേഷനെ കുറിച്ചും സംവിധായകൻ ഏറെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സ്ക്രീനിൽ അവർ രണ്ട് ആപ്പിളുകളെ പോലെ മനോഹരമായി തോന്നി. ഈ തിരക്കഥ തന്നെയാണ് ഈ രണ്ട് മികച്ച അഭിനേതാക്കളെ ഒരുമിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഇരുവരും കഥാപാത്രങ്ങളോട് പൂർണ്ണമായും നീതി പുലർത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ചിത്രത്തിലെ പ്രായവ്യത്യാസം പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. പ്രത്യേകിച്ച് തമിഴ് ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ സിനിമകളിൽ പ്രായമേറിയ നായകന്മാർക്ക് വളരെ പ്രായം കുറഞ്ഞ നായികമാരെ കാസ്റ്റ് ചെയ്യുന്ന രീതിക്കെതിരെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതിനാൽ ചിത്രത്തിന്റെ കഥയും ക്ലൈമാക്സും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും സാധ്യതയുണ്ടെന്നാണ് സിനിമാ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് മമിത ബൈജുവിന്റെ ശ്രദ്ധേയമായ മറ്റൊരു ചുവടുവെപ്പാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. വിജയ് നായകനായി എത്തിയ ജനനായകന് ശേഷം റിലീസാകുന്ന മമിതയുടെ തമിഴ് ചിത്രമാണ് ഇത്. ചിത്രത്തിൽ രാധിക ശരത് കുമാർ, രവീണ ടണ്ടർ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. GV പ്രകാശ് കുമാർ സംഗീതവും നിമിഷ് രവി ഛായാഗ്രഹണവും നിർവഹിക്കുന്ന സൂര്യദേവര നാഗവംശിയും സായി സൗജന്യവും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. റിലീസിന് മുൻപേ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്ന വിശ്വനാഥ് ആൻഡ് സൺസ് ഓഗസ്റ്റ് 14-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തും. പ്രായവ്യത്യാസത്തെ ആസ്പദമാക്കിയ ഈ പ്രണയകഥ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ.